ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സ്പെഷ്യൽ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂന്തൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കൂന്തൽ നിറച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം കൂന്തളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഷിനെ കൂന്തളെന്നോ കണവാന്നോ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. ഞങ്ങളിവിടെ നാട്ടിൽ സാധാരണയായിട്ട് കൂന്തൽ എന്നാണേ പറയുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 6-7 മീഡിയം ടൈപ്പ് കൂന്തളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൂന്തൽ വൃത്തിയാക്കുന്ന സമയത്ത് ഇതിൻ്റെ തല കളയണ്ട കേട്ടോ, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വാലും ചിറകും മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനിയിപ്പം കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുട്ടികൾക്കും കൂടിയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ബിരിയാണി മസാല. ഇതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ച കൂന്തലിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് മല്ലിയില അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഫില്ലിങ് ഒരുപാടൊന്നും വേവിച്ചെടുക്കണ്ട കേട്ടോ, ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. എന്താണെന്ന് വെച്ചാൽ ഈ ഫില്ലിങ് നമ്മൾ കൂന്തലിൽ നിറച്ചതിന് ശേഷം ആവി കയറ്റിയെടുക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതേ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഒന്നും കൂടി ഹെവി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ വീട്ടിലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. ഈ ഒരു കൂന്തൾ നിറച്ചത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നന്നായിരിക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കൂന്തളായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഈ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടുള്ളൊരു പണിയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫില്ലിംഗ് നിറച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണേ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേശ്ശെയായിട്ട് എടുത്തതിന് ശേഷം കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കാം. ഫില്ലിങ് നിറയ്ക്കണ ഈ ഒരു പണിക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ വിളിച്ചോളൂ കേട്ടോ. മോളിന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പണി ഞാൻ തന്നെ ചെയ്യണം. അവളുണ്ടായിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തേനെ. ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റിവെച്ച കണവയുടെ തലയുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് കുത്തിയിട്ട് സെറ്റാക്കി എടുക്കാം. നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തോ ഒക്കെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഈ കൂന്തൽ നിറച്ചത് ആദ്യം തന്നെ ഒന്ന് ആവിയിലാണ് വേവിച്ചെടുക്കണത്. നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ കൂന്തൽ നന്നായിട്ട് വെന്ത് കിട്ടുക. തല മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണോണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുന്ന സമയത്തെ കാണാൻ നല്ല ഭംഗിയാണ്.
സാധാരണ ഞാനിതേ കുട്ടികൾക്ക് ചായയുടെ സ്നാക്സ് പോലെ കഴിക്കാനാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ്. പക്ഷെ ഇന്ന് ഞാനിത് ഉണ്ടാക്കണതേ ഉച്ചയ്ക്കാണേ. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല, വീട്ടിലിപ്പം ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഇത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ കൂന്തൽ വീതം അതിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം മൂടി വെച്ചതിന് ശേഷം 6 മുതൽ 8 മിനിറ്റ് വരെ ഇതൊന്ന് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നിറച്ച കൂന്തൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കൂന്തൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂന്തൽ നിറച്ചതേ ചെറിയ ചൂടോടെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കുത്തി കൊടുത്ത ടൂത്ത് പിക്ക് ഞാനിപ്പം ഒഴിവാക്കണില്ല കേട്ടോ. തിരിച്ചും മറിച്ചു വിട്ടേ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ അരിപ്പൊടി ചേർത്തിട്ടുള്ള ഫില്ലിംഗ് കൊണ്ടേ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണേ. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു കൂന്തൽ നിറച്ചത് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ കൂന്തൽ നിറച്ചതൊക്കെ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇപ്പോൾ സമയം 12:30 ആയിട്ടോ. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോണേ. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലുള്ള കൂന്തൽ നിറച്ചത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.